നമ്മുടെ അടുത്ത ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഒരു കോയിലിൻ്റെ കമ്പിച്ചുരുളിൻ്റെ സറൗണ്ടിങ്സിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ ആ കോയിലിനകത്ത് ഒരു EMF ഉണ്ടാകും എന്നുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൈക്കൽ ഫാരഡേ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടെത്തിയത്. അദ്ദേഹം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി 2 എക്സ്പെരിമെൻറ്റുകൾ നടത്തി. ഒന്ന്, ഒരു കോയിലും മാഗ്നറ്റും ഉപയോഗിച്ചുള്ള എക്സ്പെരിമെൻറ്റ്, കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായി മൈക്കൽ ഫാരഡേ നടത്തിയ എക്സ്പെരിമെൻറ്റ്, അതിലൊന്നാണ് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഒരു കോയിലും മാഗ്നറ്റും ഉപയോഗിച്ച് നടത്തിയ എക്സ്പെരിമെൻറ്റ്, കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റ് ഇങ്ങനെയാണ്. ഒരു കോയിൽ അതൊരു ഗാൽവനോസ്കോപ്പിലേക്ക് കണക്ട് ചെയ്യുന്നു. ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനും ഉണ്ടെങ്കിൽ അത് മെഷർ ചെയ്യാനും പറ്റുന്ന ഡിവൈസാണ് ഗാൽവനോസ്കോപ്പ്. ഒരു കോയിൽ ഗാൽവനോസ്കോപ്പിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഒരു മാഗ്നറ്റിനെ ഈ കോയിലിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. മാഗ്നറ്റിനെ കോയിലിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഗാൽവനോസ്കോപ്പ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ മാഗ്നറ്റ് ഈ കോയിലിനകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഒന്നും കാണില്ല. വീണ്ടും കോയിലിനകത്ത് നിന്ന് ആ മാഗ്നറ്റിനെ പുറത്തെടുക്കുമ്പോൾ വീണ്ടും ഡിഫ്ലക്ഷൻ. ഇതാണ് മൈക്കൽ ഫാരഡേ നടത്തിയ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. നമുക്കറിയാം, ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. നേരത്തെ കോയിലും മാഗ്നറ്റും ഒരല്പം ഡിസ്റ്റൻസിലായിരുന്നു. മാഗ്നറ്റിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഫീൽഡും ഫ്ലക്സും ഒന്നും കോയിലിൻ്റെ സറൗണ്ടിങ്സിൽ ഇല്ലായിരുന്നു നേരത്തെ. ഈ മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാഗ്നറ്റിന് ചുറ്റുമുള്ള ഫീൽഡും ഫ്ലക്സും കോയിലിന് ചുറ്റിലേക്കും വരും. അപ്പോൾ കോയിലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസായി. നേരത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിരുന്നില്ല. മാഗ്നറ്റ് കോയിലിനടുത്തേക്ക് വന്നപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസായി. ഇനി കോയിലിനകത്ത് തന്നെ മാഗ്നറ്റ് വെച്ചിരിക്കുമ്പോൾ മാഗ്നറ്റിൻ്റെ സറൗണ്ടിങ്സ് എന്നുള്ളത് കോയിലിൻ്റെ സറൗണ്ടിങ്സ് ആണ്. മാഗ്നറ്റിൻ്റെ സറൗണ്ടിങ്സിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്, കോയിലിൻ്റെ സറൗണ്ടിങ്സിലുമുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സിൽ അവിടെ ചേഞ്ച് വരുന്നില്ല, ഉള്ള ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. മാഗ്നറ്റിനെ കോയിലിനകത്ത് നിന്ന് പുറത്തെടുക്കുമ്പോൾ മാഗ്നറ്റ് പുറത്തു പോകുന്നതിനൊപ്പം കോയിലിൻ്റെ സറൗണ്ടിങ്സിലുണ്ടായിരുന്ന മാഗ്നറ്റിക് ഫ്ലക്സും കുറഞ്ഞില്ലാതാകുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുന്നു. അപ്പോൾ മാഗ്നറ്റ് കോയിലിനകത്തേക്ക് കൊണ്ടുവരുമ്പോഴും മാഗ്നറ്റ് കോയിലിനകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴുമാണ് കോയിലിൻ്റെ സറൗണ്ടിങ്സിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുന്നത്. ഈ 2 സന്ദർഭങ്ങളിലാണ് കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുന്ന 2 കേസിൽ, മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും മാഗ്നറ്റ് കോയിലിനകത്ത് നിന്ന് പുറത്തെടുക്കുമ്പോഴുമാണ് ഫ്ലക്സ് ചേഞ്ച് ആകുന്നത്. ഈ സന്ദർഭത്തിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു കോയിലിൻ്റെ സറൗണ്ടിങ്സിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോൾ, ഇൻക്രീസ് ആയാലും ചേഞ്ചാണ്, ഡിക്രീസ് ആയാലും ചേഞ്ചാണ്. കോയിലിൻ്റെ സറൗണ്ടിങ്സിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോൾ ആ കോയിലിൽ EMF ഉണ്ടാകുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ ഉണ്ടാകുന്ന EMF ഇൻഡ്യൂസ്ഡ് EMF എന്നും കറസ്പോണ്ടിങ് ആയി വരുന്ന കറണ്ടിന് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നും പറയും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കുന്നുണ്ട് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതായി
മൈക്കൽ ഫാരഡെ നടത്തിയ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് കോയിൽ എക്സ്പെരിമെൻ്റ് ആണ്. 2 കോയിലുകൾ ഉപയോഗിച്ച് നടത്തുന്ന എക്സ്പെരിമെൻ്റ്, അതാണ് കോയിൽ എക്സ്പെരിമെൻ്റ്. ഒരു കോയിൽ, ആ കോയിലിലേക്ക് ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു. അതിനടുത്ത് മറ്റൊരു കോയിലിൽ ഒരു ഗാൽവനോസ്കോപ്പ് കണക്ട് ചെയ്യും. ഈ 2 കോയിലുകൾ വളരെ അടുത്താണ്. 2 കോയിലുകൾ തമ്മിൽ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ഇല്ല. ഇനി ആദ്യത്തെ കോയിലിൽ കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, വളരെ കുറഞ്ഞ സമയത്ത് രണ്ടാമത്തെ കോയിലിലെ ഗാൽവനോസ്കോപ്പ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ കോയിലിൽ കറണ്ട് സ്വിച്ച് ഓൺ ചെയ്ത് അല്പസമയം കഴിഞ്ഞാൽ നമുക്ക് ഗാൽവനോസ്കോപ്പിൽ ഡിഫ്ലക്ഷൻ കാണാൻ കഴിയില്ല. വീണ്ടും ഗാൽവനോസ്കോപ്പിൽ ഡിഫ്ലക്ഷൻ കാണാൻ കഴിയുന്നത് ഒന്നാമത്തെ കോയിലിലെ കറണ്ട് ഓഫ് ചെയ്യുന്ന ആ ഇൻസ്റ്റന്റിലാണ്. ഇതാണ് കോയിൽ എക്സ്പെരിമെന്റ്. അപ്പോൾ രണ്ടാമത്തെ കോയിലിൽ EMF ഇൻഡ്യൂസ് ആകുന്നത്, രണ്ടാമത്തെ കോയിലിൽ കറണ്ട് ഉണ്ടാകുന്നത് എപ്പോഴൊക്കെയാണ്? അതിനടുത്തുള്ള പ്രൈമറി കോയിലിൽ, ഒന്നാമത്തെ കോയിലിൽ കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴുമാണ്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിലെ കറണ്ട് 0യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ വാല്യൂവിലേക്ക് ഇൻക്രീസ് ആകും, കറണ്ട് ചേഞ്ച് ആകും. വീണ്ടും സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ആ സർക്യൂട്ടിലെ കറണ്ട് ആ പർട്ടിക്കുലർ വാല്യൂവിൽ നിന്ന് 0യിലേക്ക് ഡിക്രീസ് ആകും. സ്വിച്ച് ഓൺ ചെയ്ത് അല്പസമയം കഴിയുമ്പോൾ ആ സർക്യൂട്ടിലെ കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. പ്രൈമറി സർക്യൂട്ടിലെ, ഒന്നാമത്തെ സർക്യൂട്ടിലെ കറണ്ട് ചേഞ്ച് ആകുമ്പോഴാണ് അതിൻ്റെ സറൗണ്ടിങ്സിലെ മാഗ്നറ്റിക് ഫീൽഡും അതുവഴി മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ആകുന്നത്. ഒന്നാമത്തെ കോയിലിൻ്റെ സറൗണ്ടിങ്സ് തന്നെയാണ് രണ്ടാമത്തെ കോയിലിൻ്റെ സറൗണ്ടിങ്സും. രണ്ടാമത്തെ കോയിലിൻ്റെ സറൗണ്ടിങ്സിലെ ഫീൽഡും ഫ്ലക്സും ചേഞ്ച് ആകുന്നത് ഒന്നാമത്തെ കോയിലിൽ കറണ്ട് ഇൻക്രീസ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഡിക്രീസ് ആകുമ്പോഴാണ്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. രണ്ടാമത്തെ കോയിലിൽ EMF ഉണ്ടാകുന്നു. അതെപ്പോഴാണ്? രണ്ടാമത്തെ കോയിലിൻ്റെ സറൗണ്ടിങ്സിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോഴാണ്. അപ്പോൾ ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോൾ ആ കോയിലിൽ EMF ഉണ്ടാകുന്നു. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഫാരഡെ നടത്തിയ 2 സിമ്പിൾ എക്സ്പെരിമെൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റും അതുപോലെ കോയിൽ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇനി ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം, ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണ് എന്ന് നോക്കാം. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. ഒരു മാഗ്നറ്റ്, ആ മാഗ്നറ്റ് കോയിലിനടുത്തേക്ക് കൊണ്ടുവരുന്നു. ഫ്ലക്സ് ലൈൻസ് ആണ് ആരോ ഉപയോഗിച്ച് കാണിച്ചിട്ടുള്ളത്. മാഗ്നറ്റ് ഈ കോയിലിനടുത്തേക്ക് വരുമ്പോൾ കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും അതുവഴി മാഗ്നറ്റിക് ഫ്ലക്സും ഇൻക്രീസ് ആകുന്നു. അങ്ങനെ ഈ കോയിലിൽ EMF ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരു സെക്കൻഡിൽ ആ കോയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് ഡിറൈവ് ചെയ്തത് മൈക്കൽ ഫാരഡെയാണ്. അതാണിത് ഫാരഡേസ് ലോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, dφ/dt എന്ന് പറയും. നമ്മുടെ നീറ്റിനും അതുപോലെ കീമിനുമെല്ലാം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഒരു കോയിലിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ തരും. കോയിലിൻ്റെ സറൗണ്ടിങ്സിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് 2t² - 3t + 6. അങ്ങനെ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ തന്ന് ഇൻഡ്യൂസ്ഡ് EMF കാണാൻ പറഞ്ഞാൽ
അത് സോൾവ് ചെയ്യുന്നത് തന്നിട്ടുള്ള ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടി. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ചോദ്യത്തിൽ പറഞ്ഞ ടിയുടെ വാല്യൂ, ചോദ്യത്തിൽ ടിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻഡ്യൂസ്ഡ് EMF കിട്ടുന്നു. 1 സെക്കൻഡ് കൊണ്ട് കോയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്സിന്റെ ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, അതാണ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ഫാരഡേയുടെ നിയമം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ലെൻസിൻ്റെ നിയമം, ലെൻസസ് ലോ. അത് ഇൻഡ്യൂസ്ഡ് EMF ഏതു പ്രകാരമാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു നിയമമാണ് ലെൻസസ് ലോ. സ്ക്രീനിൽ കാണുന്ന ഫിഗർ ശ്രദ്ധിച്ചാൽ അത് ഒരു കോയിലിനടുത്തേക്ക് ഒരു മാഗ്നറ്റിനെ കൊണ്ടുവരുന്നതാണ്. കോയിലിനടുത്തേക്ക് മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ ആ കോയിലിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്ന് EMF ഉണ്ടാകുന്നു. ഫാരഡേ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻ്റ് വഴി, അതുപോലെ കോയിൽ എക്സ്പെരിമെൻ്റ് വഴി പ്രൂവ് ചെയ്തത് ഇലക്ട്രിക് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മാഗ്നറ്റിനെ മൂവ് ചെയ്തപ്പോൾ കോയിലിൽ കറണ്ട് ഉണ്ടായി മീൻസ് ഇലക്ട്രിക് എനർജി ക്രിയേറ്റ് ചെയ്തു എന്നാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എനർജിയെ ക്രിയേറ്റ് ചെയ്യാനും കഴിയില്ല, നശിപ്പിച്ചു കളയാനും കഴിയില്ല, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയൂ. നമ്മുടെ ലെൻസ് എന്ന സയൻറ്റിസ്റ്റ് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ചിന്തിച്ചത്. ഫാരഡേ പറഞ്ഞു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട് എന്ന്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അറിയാം, എനർജി ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഫാരഡേ പറഞ്ഞതിൽ ഒരു പൊരുത്തക്കേടുണ്ട്, അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ ഒരു തകരാറുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ലെൻസ് ചിന്തിച്ചത്. അങ്ങനെയാണ് ലെൻസ് ഈ റൂള് ഫോർമുലേറ്റ് ചെയ്തത്. അത് ഈ മാഗ്നറ്റ് കോയിലിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നു. ഈ കോയിൽ ഒരു മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്നു, പെരുമാറുന്നു. അതെങ്ങനെയാണെന്നറിയോ? മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് ഈ കോയിലിനടുത്തേക്ക് വരുന്നത് എങ്കിൽ കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായി, കോയിൽ ഒരു മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ആയിരിക്കും നമ്മുടെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാകും? ഇൻഡ്യൂസ്ഡ് EMF കൊണ്ടുണ്ടായ ഈ നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷനെ ഓവർകം ചെയ്തിട്ട് വേണം ഈ മാഗ്നറ്റിനെ ഇതിനടുത്തേക്ക് കൊണ്ടുവരാൻ. ആ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ ഏജന്റ് ആരാണോ ഈ മാഗ്നറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അയാൾ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത വർക്കാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത്, ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നത്. ഇത് ഫാരഡേയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ അടിസ്ഥാനമാക്കി ചിന്തിച്ച് ലെൻസ് കണ്ടെത്തിയ കാര്യമാണ്. ഇനി നേരെ തിരിച്ച് മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ് നമ്മുടെ കോയിലിനെ ഫേസ് ചെയ്ത് വരുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നു, കോയിൽ ഒരു മാഗ്നറ്റിനെ പോലെ പെരുമാറുന്നു. ഈ എൻഡിൽ സൗത്ത് പൊളാരിറ്റി ഉണ്ടാകും. ആ സൗത്ത് നമ്മുടെ മാഗ്നറ്റിൻ്റെ സൗത്തിനെ റിപ്പൽ ചെയ്യുന്നു. എക്സ്റ്റേണൽ ഏജന്റ് ആ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യേണ്ടി വരുന്നു ഇതിനെ മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് കൊണ്ടുവരാൻ. റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാനായി എക്സ്റ്റേണൽ ഏജന്റ് ചെയ്ത വർക്കാണ് ഇൻഡ്യൂസ്ഡ് EMF ആയിട്ട്, കറണ്ടായിട്ട്, ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നത്. ഇനി മാഗ്നറ്റിനെ നമ്മൾ കോയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് കരുതിയാൽ, ഇങ്ങനെ ആദ്യ ഫിഗറിൽ കാണുന്ന പോലെയാണ് മാഗ്നറ്റിനെ പുറത്തേക്ക് എടുക്കുന്നത് എന്ന് കരുതിക്കോ. അങ്ങനെ വരുമ്പോൾ കോയിലിൻ്റെ ഫ്ലക്സ് ഡിക്രീസ് ആകും. ഡിക്രീസ് ആയാൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. ഇതൊരു മാഗ്നറ്റിനെ പോലെയാകും. മാഗ്നറ്റിൻ്റെ
സൗത്ത് പോളാണ് ഈ എൻഡിൽ ഉണ്ടാവുക. ആ സൗത്ത് പോൾ മാഗ്നറ്റിനെ നോർത്തിനെ അട്രാക്ട് ചെയ്യും. എക്സ്റ്റേണൽ ഏജന്റ് ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്താലേ മാഗ്നറ്റിനെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ കഴിയും. അപ്പോഴും അവിടെ എക്സ്റ്റേണൽ ഏജന്റ് ആ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്യുന്നു, കോയിലിനകത്ത് ഇൻഡ്യൂസ്ഡ് കറണ്ടും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാഗ്നറ്റിനെ കോയിലിന് അടുത്തേക്ക് കൊണ്ടുവരാനും മാഗ്നറ്റിനെ കോയിലിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനും എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. എപ്പോഴൊക്കെയാണോ എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ മാത്രമേ കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടാകുന്നുള്ളൂ. നേരത്തെ നമ്മൾ മനസ്സിലാക്കി, കോയിലിനകത്ത് മാഗ്നറ്റ് വെച്ചിരുന്നാൽ ഇൻഡ്യൂസ്ഡ് EMFോ കറണ്ടോ ഉണ്ടാകുന്നില്ല. കോയിലിനകത്ത് മാഗ്നറ്റ് വെച്ചിരിക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ഏജന്റിന് വർക്കൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. എപ്പോഴാണോ എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്യുന്നത് ആ സമയങ്ങളിൽ മാത്രമേ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയുള്ളൂ എന്ന് കണ്ടെത്തിയതാരാണ്? ലെൻസാണ്. അതാണ് ലെൻസസ് ലോ. ലെൻസ് ഈ പറഞ്ഞ ലോ ഫോർമുലേറ്റ് ചെയ്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ അടിസ്ഥാനമാക്കിയാണ്. ലെൻസിന്റെ ലോ വെച്ച് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിന്റെ നോർത്ത് പോളാണ് ഈ കോയിലിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്കിൽ കോയിലിന്റെ ഈ എൻഡിൽ ഉണ്ടാകുന്ന പോൾ ഏതാന്ന് ചോദിക്കും. നോർത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ നോർത്ത് ഉണ്ടാകും. നോർത്ത് റെസീഡ് ചെയ്ത് പോകുമ്പോൾ, അകലേക്ക് പോകുമ്പോൾ സൗത്ത് ഉണ്ടാകും. സൗത്ത് പോൾ അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ സൗത്ത് പോൾ ഉണ്ടാകും. സൗത്ത് പോൾ റെസീഡ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നോർത്ത് ഉണ്ടാകും. ഇതെല്ലാം എൻട്രൻസ് പോലത്തെ ഒബ്ജക്റ്റീവ് എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മറ്റൊരു ചോദ്യം, ലെൻസിന്റെ ലോ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ലെൻസസ് ലോ ഈസ് ബേസ്ഡ് ഓൺ, ആൻസർ എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ഇനി ഫാരഡേ പറഞ്ഞ കാര്യവും ലെൻസ് പറഞ്ഞ കാര്യവും കൂടി കമ്പൈൻ ചെയ്താൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എന്തായിരിക്കും? EMF ഈക്വൽ ടു നെഗറ്റീവ് d∅dt. ആ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും. ശ്രദ്ധിക്കണം, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയിട്ടാണ് ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും എല്ലാം ഉണ്ടാകുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് കൊണ്ടുണ്ടായ ഇൻഡ്യൂസ്ഡ് EMF ചെയ്യുന്ന ആദ്യ പണി മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തു കാരണം കൊണ്ടാണോ ഉണ്ടായത് ആ കാരണത്തെ ഒപ്പോസ് ചെയ്യുക. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് കൊണ്ടാണ് EMF ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായ EMF ചെയ്യുന്ന ആദ്യ ജോലി ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ലെൻസസ് ലോയുടെ കൺക്ലൂഷൻ. ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF is such that it always opposes the change in magnetic flux that produced the EMF. Okay. അടുത്തത്, EMF induced in a conductor moving through a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നു. കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുന്നു. അങ്ങനെ ആ കണ്ടക്ടറിൽ EMF ഉണ്ടാകും. ആ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. സ്ക്രീനിൽ ഒരു മാഗ്നറ്റിൻ്റെ രണ്ട് പോളുകൾ നോർത്തും സൗത്തും. നോർത്ത് സൗത്ത് പോളുകൾക്കിടയിലായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ആ മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക്. ആ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നു. കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിലൂടെ കണ്ടക്ടർ മൂവ് ചെയ്യുന്നു. കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് L,
കണ്ടക്ടർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v, ലെങ്ത് L ആണ്, v വെലോസിറ്റി, b സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E ഈക്വൽ ടു BLV എന്നുള്ളതാണ്. ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു BLV. സ്ക്രീനിൽ ഇപ്പോൾ 2 ഫിഗറുകളുണ്ട്. ആദ്യത്തേത് 3 ഡയമെൻഷണൽ കേസാണ്. നോർത്ത് സൗത്ത് പോള്, മാഗ്നറ്റിക് ഫീൽഡ്, കണ്ടക്ടർ മൂവ് ചെയ്യുന്നു. രണ്ടാമത്തത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഒരു റീജിയണിൽ മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻറ്റു മാർക്ക് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് ഈ സ്ക്രീനിന് പെർപെൻഡിക്കുലറായിട്ട് ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് എന്ന്. ഇതാണ് നമ്മുടെ കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ലെങ്ത് L ആണ്. അത് v വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുന്നു. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് B ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ BLV, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു വെലോസിറ്റി. കണ്ടീഷൻ നോക്കണം. കണ്ടക്ടർ മൂവ് ചെയ്യുന്ന പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. ചെറിയ ഡിഫറൻസോടുകൂടി അടുത്ത ഇക്വേഷൻ BLV സൈൻ തീറ്റ. ഈ ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേ പെർപെൻഡിക്കുലർ ആയിട്ടല്ല. കണ്ടക്ടർ മൂവ് ചെയ്യുന്ന പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള പ്ലെയിനും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ആ ആംഗിളാണ് തീറ്റയായിട്ട് എടുക്കേണ്ടത്. E ഈക്വൽ ടു BLV സൈൻ തീറ്റ എന്ന് വരും. പെർപെൻഡിക്കുലറായി മൂവ് ചെയ്യുമ്പോൾ BLV, പെർപെൻഡിക്കുലർ അല്ലാതെ മൂവ് ചെയ്യുമ്പോൾ BLV സൈൻ തീറ്റ. പാരലലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നില്ല, ഇൻഡ്യൂസ്ഡ് EMF 0. ഈ 3 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. L ലെങ്ത് ഉള്ള കണ്ടക്ടർ v വെലോസിറ്റിയോടുകൂടി B സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്നു. കണ്ടക്ടർ മൂവ് ചെയ്യുന്ന പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ BLV, നെയ്തർ പാരലൽ നോർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ BLV സൈൻ തീറ്റ, പാരലൽ ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നില്ല, 0. രണ്ടാമത്തെ ഇക്വേഷനിൽ കാണുന്ന തീറ്റ ആംഗിളാണ്. എന്തെല്ലാം തമ്മിലുള്ള ആംഗിൾ? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള പ്ലെയിനും കണ്ടക്ടർ മൂവ് ചെയ്യുന്ന പ്ലെയിനും തമ്മിലുള്ള ആംഗിളാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള പ്ലെയിനും കണ്ടക്ടർ മൂവ് ചെയ്യുന്ന പ്ലെയിനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഈക്വൽ ടു BLV സൈൻ തീറ്റ. ഓക്കെ. അടുത്തത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി, മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ അല്ലാതെയാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ ആ കണ്ടക്ടറിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ആ കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ കറണ്ടും ഉണ്ടാകും, ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടാകും. ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താനുള്ള റൂൾ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. നമ്മുടെ വലതു കൈയുടെ 3 ഫിംഗേഴ്സ്, 3 വിരലുകൾ, ഒന്ന് തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ. വലതു കൈയുടെ 3 വിരലുകൾ, അതിൽ നമ്മുടെ വലതു കൈയുടെ 3 വിരലുകൾ, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്. 4 ഫിംഗർ സ്ട്രെച്ച് ചെയ്ത് പിടിക്കേണ്ടത്, ഈ 3 വിരലുകൾ ആദ്യം മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് പിടിക്കണം. പരസ്പരം പെർപെൻഡിക്കുലറായി വരുന്ന രൂപത്തിൽ 3 വിരലുകൾ പിടിച്ച് അതിൽ 4 ഫിംഗർ
മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. തമ്പ് പിടിക്കേണ്ടത് ഏത് ഡയറക്ഷനിലാണോ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ, കണ്ടക്ടറിൻ്റെ മോഷൻ്റെ ഡയറക്ഷനിൽ തമ്പ് പിടിക്കണം. അപ്പോൾ മിഡിൽ ഫിംഗർ ഏത് ഡയറക്ഷനിലാണോ വരുന്നത് അതായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. വലതുകൈയുടെ 3 വിരലുകൾ, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കണം. ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും തമ്പ് കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലും പിടിച്ചാൽ മിഡിൽ ഫിംഗർ ഏത് ഡയറക്ഷനിലാണോ വരുന്നത് അതായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇത് രണ്ടും ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം, ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇത് റൈറ്റ് ഹാൻഡ് റൂൾ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത് കറണ്ടുള്ള കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഈ രണ്ട് സിറ്റുവേഷനിലും മാഗ്നറ്റിക് ഫീൽഡുണ്ട്, കറണ്ടുണ്ട്, ഫോഴ്സുമുണ്ട്. ആദ്യം പറഞ്ഞ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ച് ആ കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തിവിടുന്നു, അപ്പോൾ ഫോഴ്സ് ഉണ്ടാകുന്നു. ആ കേസിലാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡുണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡിലൂടെ നമ്മൾ ഫോഴ്സ് കൊടുത്ത് കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുന്നു, അപ്പോൾ അവിടെ കറണ്ട് ഉണ്ടാകുന്നു. രണ്ടാമത്തെ കേസിൽ കറണ്ടാണ് ഉണ്ടാകുന്നത്, ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു. ആദ്യത്തെ കേസിൽ കറണ്ട് നമ്മൾ പാസ് ചെയ്യുന്നു, ഫോഴ്സ് ഉണ്ടാകുന്നു. ഈ രണ്ട് സിറ്റുവേഷനിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, രണ്ട് സിറ്റുവേഷനിലും കറണ്ട് ഉണ്ട്. ഒരു സിറ്റുവേഷനിൽ കറണ്ട് നമ്മൾ പാസ് ചെയ്യുന്നു, രണ്ടാമത്തെ സിറ്റുവേഷനിൽ കറണ്ട് ഉണ്ടാകുന്നു. ഒരു സിറ്റുവേഷനിൽ ഫോഴ്സ് ഉണ്ടാകുന്നു, അടുത്തതിൽ ഫോഴ്സ് കൊടുത്ത് കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുന്നു, കറണ്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇടത് കൈയും വലത് കൈയും തമ്മിൽ എന്താണോ വ്യത്യാസം, അതേ വ്യത്യാസമാണ് ഇത് രണ്ടും ഉപയോഗിക്കേണ്ട സിറ്റുവേഷനുകൾ തമ്മിലുമുള്ളത്. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്ന കേസിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ വയ്ക്കുന്നു, കറണ്ട് കടത്തിവിടുന്നു, ഫോഴ്സ് ഉണ്ടാകും, ലെഫ്റ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ, മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ വെച്ചിട്ട് ഒരു ഫോഴ്സ് ഉപയോഗിച്ച് കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുന്നു, അപ്പോൾ കറണ്ട് ഉണ്ടാകും. ഓക്കെ, ഇനി ഓരോ വിരലുകളും ഏത് ഡയറക്ഷനിലാണ് പിടിക്കേണ്ടത് എന്നുള്ളത്. ഫോർ ഫിംഗർ പിടിക്കേണ്ടത് ഈ രണ്ട് കേസിലും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലാണ്. മിഡിൽ ഫിംഗർ പിടിക്കേണ്ടത് ഈ രണ്ട് കേസിലും കറണ്ടിന്റെ ഡയറക്ഷനിലാണ്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാസ് ചെയ്ത കറണ്ടിന്റെ ഡയറക്ഷനിൽ, റൈറ്റ് ഹാൻഡ് റൂളിന്റെ കേസിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ. തമ്പ് പിടിക്കേണ്ടത് ഈ രണ്ട് കേസിലും ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ്. ഒന്ന് ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിൽ, മറ്റൊന്ന് നമ്മൾ കണ്ടക്ടറിനെ മൂവ് ചെയ്യിപ്പിക്കാൻ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും ഉപയോഗിക്കേണ്ട രണ്ട് സിറ്റുവേഷനുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഇടതു കൈയും വലതു കൈയും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ. രണ്ട് കേസിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഫോഴ്സ് ഉണ്ട്, കറണ്ട് ഉണ്ട്. ഒരു കേസിൽ കറണ്ട് കൊടുക്കുന്നു, ഫോഴ്സ് ഉണ്ടാകുന്നു, ആ സിറ്റുവേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് റൂളും, രണ്ടാമത്തെ കേസിൽ ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യിക്കുന്നു, അപ്പോൾ കറണ്ട് ഉണ്ടാകുന്നു, ആ സിറ്റുവേഷനിൽ റൈറ്റ് ഹാൻഡ് റൂളും ഉപയോഗിക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് പലതവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നത്. ഇതുപയോഗിച്ച്
ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താനായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ ഏതാണ് റൂള്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ. അടുത്തത് EMF induced in a conductor rotating in a magnetic field. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന കണ്ടക്ടറിൽ ഉണ്ടാകുന്ന അത് ലീനിയർ മോഷനാണ്, സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. ഇത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, റൊട്ടേഷണൽ മോഷനാണ്. ഈ കേസിലും EMF ഉണ്ടാകും, കറണ്ട് ഉണ്ടാകും. അത് കണ്ടുപിടിക്കുന്നത് സ്ക്രീനിൽ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു കൊണ്ടാണ്. മീനിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഉള്ളിലേക്ക് ഇൻറ്റു ദി പ്ലെയിൻ. അതിലിതാ ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിൻ്റെ ലെങ്ത് L ആണെന്ന് കരുതുക. അത് ഒരു എൻഡിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡിലൂടെ റൊട്ടേഷൻ എന്തായിരുന്നാലും ഒരു ആക്സിസ് വേണം. ആക്സിസ് നമ്മുടെ കണ്ടക്ടറിൻ്റെ ഒരു എൻഡിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ്. കണ്ടക്ടറിൻ്റെ ഒരു എൻഡിനെ അടിസ്ഥാനമാക്കി അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ പോയിന്റിനെ അടിസ്ഥാനമാക്കി അത് റൊട്ടേറ്റ് ചെയ്യുന്നു. കണ്ടക്ടറിൻ്റെ ലെങ്ത് L ആണ്. കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ആ പരിസരത്തെ മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സർക്കിളിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതുള്ളത്. ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് BR² ഒമേഗ എന്നുള്ളതാണ്. അവിടെ R എന്നുള്ളത് കണ്ടക്ടറിൻ്റെ ലെങ്ത് ആയിട്ട് മാറും. ഒമേഗ എന്നുള്ളത് ആംഗുലാർ സ്പീഡ്, റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ സ്പീഡ്. അത് കണ്ടുപിടിക്കാൻ 2π ഡിവൈഡഡ് ബൈ പീരീഡ് ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ 2π ഇൻറ്റു ഫ്രീക്വൻസി ചെയ്താൽ മതിയാകും. ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി റോഡ് 2π/t. ടി എന്നുള്ളത് ഒരു തവണ കറങ്ങാൻ വേണ്ട സമയം, പീരീഡ്, അല്ലെങ്കിൽ 2π ന്യൂ എന്നുള്ളത് റവല്യൂഷൻസ് പെർ സെക്കൻഡ് RPS. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റവല്യൂഷൻസ് പെർ സെക്കൻഡ് തരുന്നതിന് പകരം റവല്യൂഷൻസ് പെർ മിനിറ്റ് തരും. റവല്യൂഷൻസ് പെർ മിനിറ്റിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റവല്യൂഷൻസ് പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ RPSലേക്ക് മാറ്റി വേണം ഇവിടെ ഉപയോഗിക്കാൻ. RPM റൊട്ടേഷൻസ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിലെ റൊട്ടേഷൻസിൻ്റെ എണ്ണം. നമുക്ക് വേണ്ടത് ഒരു മിനിറ്റിലെ കാര്യമല്ല, ഒരു സെക്കൻഡിലെ കാര്യം. RPS റൊട്ടേഷൻസ് പെർ സെക്കൻഡ്. RPMനെ RPS ആക്കി മാറ്റണം. എങ്ങനെ മാറ്റും? 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്. ഒരു കണ്ടക്ടർ ഒരു എൻഡിനെ ബേസ് ചെയ്ത് ഒരു എൻഡിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ അടിസ്ഥാനമാക്കി മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താനുള്ള ഇക്വേഷൻ ഹാഫ് BR² ഒമേഗ. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ, കറക്റ്റ് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇതിലുണ്ടാകുന്ന EMF 0 ആയിരിക്കും. അതെങ്ങനെ 0 വരുന്നു? ഈ ഹാഫിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും, അതുപോലെ ഈ ഹാഫിലും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഇത് രണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെയാണ് ടോട്ടൽ EMF 0 വരുന്നത്. എപ്പോഴാണ് 0 വരുന്നത്? കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ. ഈ ഇക്വേഷൻ എന്താണ്? ഒരു എൻഡിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. ഓക്കെ. അടുത്തത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ സെൽഫായിട്ടുണ്ടാകുന്ന സെൽഫ് ഇൻഡക്ഷൻ. ഒരു കോയിലിലെ കറണ്ട് ചേഞ്ച് ആകുമ്പോൾ, ഈ സ്ക്രീനിനകത്ത് 2 ഫിഗർ കാണാം. ഇടതുവശത്ത് കാണുന്നത് ആ കോയിലിലെ സോളിനോയിഡാണത്, കോയിലാണ്. ആ കോയിലിലെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. വലതുവശത്ത് കാണുന്നത് സെയിം കോയിലാണ്, കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. ഒരു കോയിലിലെ കറണ്ട് ചേഞ്ച് ആകുമ്പോൾ, ഒന്നുകിൽ ഇൻക്രീസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡിക്രീസ് ആകുമ്പോൾ, കറണ്ട് ചേഞ്ച് ആകുമ്പോൾ ആ കോയിലിൽ നിലവിലുള്ള ഇൻഡ്യൂസ്ഡ്
നിലവിലുള്ള ഇ എം എഫിന് പുറമെ മറ്റൊരു ഇ എം എഫ് കൂടി ഉണ്ടാകുന്നു. ആ പരിപാടിക്കാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പേരിട്ടുള്ളത്. ഒരു കോയിലിലെ കറണ്ട് ചേഞ്ച് ആകുമ്പോൾ ആ കോയിലിൽ മറ്റൊരു ഇ എം എഫ് ഉണ്ടാകുന്ന ഫിനോമിനൻ. ഈ മറ്റൊരു എന്ന് സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാര്യം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കോയിലിലെ കാര്യമാണ്. ആ കോയിലിലെ കറണ്ട് ചേഞ്ച് ആകുന്ന കാര്യമാണ്. അപ്പോൾ കോയിൽ ഓൾറെഡി ഒരു കറണ്ട് ഉണ്ട്, അതിന് കാരണമായിട്ടൊരു ഇ എം എഫ് ഉണ്ട്. കറണ്ട് ചേഞ്ച് ആകുമ്പോൾ നേരത്തെ ഉള്ള ഇ എം എഫ് കൂടാതെ മറ്റൊരു ഇ എം എഫ് കൂടി ഇതിനകത്തുണ്ടാകുന്നു. ദാറ്റ് ഫിനോമിനൺ ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, ഒരു കോയിലിലെ കറണ്ട് ചേഞ്ച് ആകുമ്പോഴാണ് സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്നത്. കറണ്ട് ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും സെൽഫ് ഇൻഡക്ഷൻ നടക്കും. കറണ്ട് ഇൻക്രീസ് ആവുകയാണെങ്കിൽ, ഒരു കോയിലിലെ കറണ്ട് ഇൻക്രീസ് ആവുകയാണെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ വഴി ആ കോയിലിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ മെയിൻ കറണ്ടിന് ഓപ്പോസിറ്റ് ആയിരിക്കും. നേരത്തെ ഉള്ള കറണ്ട്, അതാണ് മെയിൻ കറണ്ട്, അത് ഏത് ഡയറക്ഷനിലാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കൊണ്ടുള്ള കറണ്ട്. എപ്പോൾ? കറണ്ട് ഇൻക്രീസ് ആകുമ്പോൾ. അതുപോലെ തന്നെ ഒരു കോയിലിലെ കറണ്ട് ഡിക്രീസ് ആവുകയാണെങ്കിൽ, സെൽഫ് ഇൻഡക്ഷൻ വഴി ആ കോയിലിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ സർക്യൂട്ടിലെ കോയിലിലെ മെയിൻ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഈ രണ്ട് കൺക്ലൂഷൻസും നമ്മൾ എത്തുന്നത് ലെൻസിൻ്റെ റൂളിനെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോഴാണ്. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഒരു കോയിലിലെ കറണ്ട് ഇൻക്രീസ് ആകുമ്പോഴുണ്ടാകുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മെയിൻ കറണ്ടിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻക്രീസ് ആകുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു കോയിലിലെ കറണ്ട് ഡിക്രീസ് ആകുമ്പോഴുണ്ടാകുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മെയിൻ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ ആയിരിക്കും. ഓക്കെ, ഇത് തന്നെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഒരു കോയിലിലെ കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മീൻസ് കറണ്ട് ഇൻക്രീസ് ആകുന്നു. ഇൻഡ്യൂസ്ഡ് കറണ്ടും മെയിൻ കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഒരു കോയിലിലെ കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. ഇൻഡ്യൂസ്ഡ് കറണ്ട് മെയിൻ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലും ആയിരിക്കും. ഓക്കെ, ഇനി കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ്. ഒരു കോയിലിലെ കറണ്ട് ചേഞ്ച് ആകുമ്പോൾ ആ കോയിലിൽ ഇ എം എഫ് ഉണ്ടാകുന്ന പരിപാടിയാണ് സെൽഫ് ഇൻഡക്ഷൻ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. അത് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് സ്ക്രീനിൽ കാണുന്നത്. എൽ എന്നുള്ളത് അതിൻ്റെ സിമ്പലാണ്. ആ കോയിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ആ കോയിലിലൂടെ കടന്നു പോകുന്ന കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ, റേഷ്യോ ഓഫ് ദി ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദി കോയിൽ ഡിവൈഡഡ് ബൈ current flowing through the coil, phi by I. Okay. സെൽഫ് ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഇ എം എഫ്, അതിനെ നമുക്ക് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് വിളിക്കാം. ആ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. എൽ എന്നുള്ളത് നേരത്തെ പറഞ്ഞ സെൽഫ് ഇൻഡക്റ്റൻസ്, മറ്റൊരു പേര് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇത് കിട്ടിയത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എങ്ങനെ കാണാം? ഡി ഫൈ ബൈ ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഫൈ. ഫൈ എന്നുള്ളത് എന്താ? എൽ ഐ. ഇവിടെ എൽ കോൺസ്റ്റന്റ് ആണ്. എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് വരും. സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടെത്താനുള്ള ഇക്വേഷൻ, സെൽഫ് ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഇ എം എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി.
ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളാണ്. EMF, സെൽഫ് ഇൻഡക്റ്റൻസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് di/dt. ഇനി ഇതിനകത്തേക്ക് ലെൻസിൻ്റെ റൂള് അപ്ലൈ ചെയ്താൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, -L × di/dt. ലെൻസിൻ്റെ റൂള് കൂടി അപ്ലൈ ചെയ്താൽ മൈനസ് സൈൻ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ ഫ്ലക്സ് ചേഞ്ചിന് ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ ക്ലിയറായി. കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലായി. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L × di/dt ആണ്. ലെൻസിൻ്റെ റൂൾ കൂടി അതിൽ അപ്ലൈ ചെയ്താൽ -L × di/dt ആണ് എന്ന് മനസ്സിലായി. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെഫിനിഷൻ മാഗ്നറ്റിക് ഫ്ലക്സും കറണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ന് മനസ്സിലായി. L = 5/I. ഓക്കെ, അടുത്തത് മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ മനസ്സിലായാൽ ഓട്ടോമാറ്റിക്കലി മ്യൂച്വൽ ഇൻഡക്ഷൻ മനസ്സിലാകും. ഒരു കോയിലിലെ കറണ്ട് ചേഞ്ച് ആകുമ്പോൾ അതേ കോയിലിൽ EMF ഉണ്ടാകുന്നത് സെൽഫ് ഇൻഡക്ഷൻ. അങ്ങനെ വന്നാൽ ഒരു കോയിലിലെ കറണ്ട് ചേഞ്ച് ആകുമ്പോൾ അതിനടുത്തുള്ള മറ്റൊരു കോയിലിൽ EMF ഉണ്ടാകുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, സിമ്പിൾ. സ്ക്രീനിൽ 2 കോയിലുകൾ. ഇടതുവശത്ത് കാണുന്നത് കറണ്ടുള്ള കോയില്, നമ്മൾ കറണ്ട് കടത്തിവിടുന്ന കോയില്. വലതുവശത്ത് കാണുന്ന കോയിലിൽ നമ്മൾ കറണ്ട് കടത്തിവിടുന്നൊന്നുമില്ല. ആ കോയിൽ ഒരു ഗാൽവനോസ്കോപ്പുമായി ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കോയിൽ, കോയിൽ നമ്പർ 1, പ്രൈമറി കോയിൽ, അതിലെ കറണ്ട് ചേഞ്ച് ആക്കുമ്പോൾ, ഈ കോയിലിലെ കറണ്ട് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ കാണാൻ കഴിയും. മീൻസ് രണ്ടാമത്തെ കോയിലിൽ കറണ്ട് ഉണ്ടായി എന്നർത്ഥം. ഒന്നാമത്തെ കോയിലിലെ കറണ്ട് സ്റ്റഡിയാക്കി നിലനിർത്തിയാൽ, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തിയാൽ രണ്ടാമത്തെ കോയിലിൽ കറണ്ട് ഉണ്ടാകില്ല. ഒന്നാമത്തെ കോയിലിലെ കറണ്ട് ചേഞ്ച് ആകുമ്പോഴേ രണ്ടാമത്തെ കോയിലിൽ കറണ്ട് ഉണ്ടാകൂ. കറണ്ട് ഇൻക്രീസ് ആകുമ്പോഴും കറണ്ട് ഡിക്രീസ് ആകുമ്പോഴും രണ്ടാമത്തെ കോയിലിൽ കറണ്ട് ഇൻഡ്യൂസ് ആകും. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു കോയിലിലെ കറണ്ടിൻ്റെ ചേഞ്ച് കൊണ്ട് അതിനടുത്ത കോയിലിൽ EMF ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെയും നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ പോലെ സെൽഫ് ഇൻഡക്ഷൻ്റെ കേസിൽ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ഉണ്ട്. ആ കോൺസ്റ്റന്റിന്റെ പേര് നേരത്തെ അത് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നായിരുന്നു. ഇപ്പോൾ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ. 2 കോയിലുകളുടെ കാര്യം പറയുമ്പോൾ അത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന പേരിൽ അറിയപ്പെടും. സിമ്പൽ M ആണ്, L പകരം M. മാഗ്നറ്റിക് ഫ്ലക്സും കറണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. അത് നേരത്തെയും അത് തന്നെ ആയിരുന്നു. ഇവിടെ ഡിഫൈൻ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം. എ പെയർ ഓഫ് കോയിൽസിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡെഫിനിഷൻ ഏതെങ്കിലും ഒരു കോയിലിലെ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ അതർ കോയിലിലെ കറണ്ട്. സെൽഫ് ഇൻഡക്റ്റൻസ് പറയുമ്പോൾ ആകെ ഒരു കോയിലേ ഉള്ളൂ. ആ കോയിലിലെ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ അതേ കോയിലിലെ കറണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആകുമ്പോൾ ഒരു കോയിലിലെ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ അടുത്തുള്ള കോയിലിലെ കറണ്ട്. 5/I അത് തന്നെയാണ് എമ്മും എല്ലും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സെൽഫ് ഇൻഡക്ഷൻ വഴി EMF ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയും EMF ഉണ്ടാകും. മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന EMF M × di/dt. നേരത്തെ അത് എന്തായിരുന്നു? L × di/dt ആയിരുന്നു. ഇവിടെ അത് M × di/dt. M മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇവിടെയും ലെൻസിൻ്റെ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ലെൻസിൻ്റെ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൈനസ് കൂടി വരും. ഫ്ലക്സ് ചേഞ്ചിന് ഒപ്പോസ് ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഇൻഡ്യൂസ്ഡ് EMF -M × di/dt. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടും ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. ഓർക്കാൻ എളുപ്പം, പഠിക്കാൻ എളുപ്പം. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF L × di/dt, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF M × di/dt. ഇനി എക്സാമിന് ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ
അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് അതുപോലെ ഡയമെൻഷൻസ് ചോദിക്കും. എല്ലിനും എമ്മിനും ഒരേ യൂണിറ്റ് ആയിരിക്കും, ഒരേ ഡയമെൻഷനുമായിരിക്കും, എല്ലിനും എമ്മിനും. അതെങ്ങനെ കണ്ടെത്താം നോക്കാം. ഫ്ലക്സിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഇവ രണ്ടും കിട്ടുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബറാണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ. വെബർ പെർ ആംബിയർ, വെബർ പെർ ആംബിയർ. ഇതിന് പറയുന്ന സ്പെഷ്യൽ പേരാണ് ഹെൻറി. ക്യാപിറ്റൽ എച്ച് ആണ് അതിൻ്റെ സിമ്പൽ. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെയും യൂണിറ്റ് ഹെൻറിയാണ്, അത് വെബർ പെർ ആംബിയർ ആണ്. ഫ്ലക്സ് ബൈ കറണ്ട്. ഇനി സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താൻ L ഇൻറ്റു di/dt ആണ്. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ L ഈക്വൽ ടു E ഇൻറ്റു dt ഡിവൈഡഡ് ബൈ di എന്ന് കിട്ടും. ഇൻഡ്യൂസ്ഡ് EMF വോൾട്ട് യൂണിറ്റ്, dt എന്നാൽ ടൈം, സെക്കൻഡ്, di കറണ്ട്, ആംബിയർ. വോൾട്ട് സെക്കൻഡ് ആംബിയർ എന്ന പേരിലും അറിയപ്പെടും എന്ത്? സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ അതുപോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ്. വോൾട്ട് സെക്കൻഡ് പെർ ആംബിയർ, വെബർ പെർ ആംബിയർ, ഹെൻറി. ഇത് മൂന്നും ഇക്വലൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെയും അതുപോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെയും ഡയമെൻഷൻസ് എങ്ങനെ കിട്ടും എന്ന് നോക്കാം. ഡയമെൻഷൻസ് എങ്ങനെ കിട്ടുന്നു? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ കാണാം? L ഇൻറ്റു di/dt. എല്ലിന് വേണ്ടി റീഅറേഞ്ച് ചെയ്താൽ E ഇൻറ്റു dt ഡിവൈഡഡ് ബൈ di. ഇൻഡ്യൂസ്ഡ് EMF, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതെല്ലാം ഒന്ന് തന്നെ. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ വർക്ക് ബൈ ചാർജ്. അപ്പോൾ ഇക്ക് പകരം വർക്ക് ബൈ ചാർജ് എന്ന് എഴുതി, ടൈം dt, താഴെ di കറണ്ട്. ഡയമെൻഷൻ എഴുതാം. വർക്കിൻ്റെ ഡയമെൻഷൻ ml²t⁻², ടൈമിൻ്റേത് t, ചാർജ് a ഇൻറ്റു ടി, കറണ്ട് ഇൻറ്റു ടൈം, വീണ്ടും കറണ്ട് a. ഇത് സിംപ്ലിഫൈ ചെയ്താൽ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷൻസ് കിട്ടും, അതുപോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷനും കിട്ടും. രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. EMF, ടൈം, കറണ്ട്. EMF എന്നുള്ളത് വർക്ക് ബൈ ചാർജ്. ഒരിക്കലും ഡയമെൻഷൻസ് ബൈഹാർട്ട് ചെയ്യരുത്. ബൈഹാർട്ട് ചെയ്താൽ ആകെ കൺഫ്യൂഷനായി പരസ്പരം മാറിപ്പോകും. വന്ന വഴി മനസ്സിലാക്കുന്നു. E ഈക്വൽ ടു L ഇൻറ്റു di/dt എന്ന ഇക്വേഷനിലൂടെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെയും യൂണിറ്റും ഡയമെൻഷനും മനസ്സിലാക്കാം. ഓക്കെ, അറേഞ്ച് ചെയ്യുമ്പോൾ EMF ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ കറണ്ട്, EMFനെ വർക്ക് ബൈ ചാർജ്, ഇങ്ങനെ വേണം ചിന്തിക്കാൻ. ഓക്കെ, അടുത്തത് ഒരു സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ഇക്വേഷനാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടെത്താൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടെത്താൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ കറണ്ട്. സോളിനോയിഡിൻ്റെ കാര്യം പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താ? μ0 വാല്യൂ കൊടുത്താൽ μ0 ni A ഇൻറ്റു n ഡിവൈഡഡ് ബൈ കറണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനിൽ കാണുന്ന സ്മോൾ n എന്നുള്ളത് നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആണ്. മൊത്തം ടേൺസിൻ്റെ എണ്ണത്തിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് സോളിനോയിഡിൻ്റെ ലെങ്ത്. ചുറ്റുകളുടെ എണ്ണത്തിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അതാണ് സ്മോൾ n. i ക്യാൻസലായി പോയി. μ0 സ്മോൾ n A
ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എന്നിന് പകരം നമുക്ക് n ഇൻറ്റു എൽ എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ μ0 n a n l എന്ന് വരും. അതായത് μ0 n സ്ക്വയർ a l. ഇതാണ് സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. μ0 n സ്ക്വയർ a ഇൻറ്റു എൽ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഇക്വേഷനിൽ സ്മോൾ എന്നിന് പകരം ക്യാപിറ്റൽ എൻ ബൈ എൽ എന്ന് കൊടുക്കും ഇതിനകത്ത്. അപ്പോൾ എന്താകും? സ്മോൾ എന്നിന് പകരം ക്യാപിറ്റൽ എൻ ബൈ എൽ കൊടുത്താൽ μ0 n സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. ഇത് രണ്ടും ഒരു ഇക്വേഷൻ്റെ രണ്ട് രൂപങ്ങൾ മാത്രമാണ്. ഇൻ ടേംസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, ഇത് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. μ0 സ്മോൾ n സ്ക്വയർ എ എൽ, μ0 ക്യാപിറ്റൽ N സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എൽ. എന്തോന്ന്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോളിനോയിഡിൻ്റെ ലെങ്ത് ക്ലിയർ അല്ലേ? സ്മോൾ n നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് ഈ കാണുന്ന എ. ഓക്കെ, അടുത്തത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ പെയർ ഓഫ് സോളിനോയിഡ്സ്. ഒരു പെയർ സോളിഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറയുമ്പോൾ എന്തായാലും രണ്ട് കോയിൽ വേണം. നമ്മൾ പറയാൻ പോകുന്നത്, നമുക്ക് പഠിക്കാനുള്ളത് എ പെയർ ഓഫ് സോളിനോയിഡ്സ്, ഒരു പെയർ സോളിനോയിഡ്സിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സ്ക്രീനിൽ രണ്ട് സോളിനോയിഡുകൾ, ഒന്ന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞത്, അതിനു ചുറ്റും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയ വലിയ ഒരു സോളിനോയിഡ്. ഈ അറേഞ്ച്മെന്റിന്റെ, ഈ പെയർ ഓഫ് സോളിനോയിഡ്സിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ μ0 n1 n2 a l. ഇവിടെ എൽ എന്നുള്ളത് കോമൺ ലെങ്ത് ആണ്. എ എന്നുള്ളത് ആ ചെറിയ കോയിലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുള്ള കോയിലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് എ. എൽ കോമൺ ലെങ്ത് ആണ്. n1 n2 നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്. n1 ചെറുതിൻ്റേത്, n2 വലുതിൻ്റേത്. വലുതിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ വലുതിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ചെറുതിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ ചെറുതിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് n1ഉം n2ഉം കിട്ടുന്നു. ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് എന്തായിരുന്നു? μ0 n സ്ക്വയർ എ എൽ ആയിരുന്നു. ഇവിടെ n സ്ക്വയർ എന്നുള്ളതിന് പകരം n1 n2. ചെറിയ സോളിനോയിഡിലെ വലിയ സോളിനോയിഡിലെ പ്രോഡക്റ്റ് എടുക്കുന്നു. എന്തിനു പകരം? n സ്ക്വയറിന് പകരം. ഞാൻ ഇത്രയും പറഞ്ഞത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ അതുതന്നെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ പെയർ ഓഫ് സോളിനോയിഡ്സ് എന്ന് മനസ്സിലാക്കണം. n സ്ക്വയർ എന്ന് എടുക്കരുത്. അതിന് പകരം ഒന്നാമത്തെ കോയിലിലെ, ഒന്നാമത്തെ സോളിനോയിഡിലെ നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ഇൻറ്റു രണ്ടാമത്തെ സോളിനോയിഡിലെ നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്ന മറ്റൊരു ഇക്വേഷനാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ പെയർ ഓഫ് സർക്കുലാർ കോയിൽസ്. നേരത്തെ നമ്മൾ രണ്ട് സോളിനോയിഡ്സിന്റെ കാര്യമാണ് മനസ്സിലാക്കിയത്. ഇനിയിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് രണ്ട് സർക്കുലാർ കോയിൽസ്, കോൺസെൻട്രിക് ആയിട്ടുള്ള രണ്ട് സർക്കുലാർ കോയിൽസ്. കോയിൽ നമ്പർ 1, കോയിൽ നമ്പർ 2. നേരത്തെ സോളിനോയിഡിന്റെ കേസിൽ മനസ്സിലാക്കിയ പോലെ ഒന്ന് ചെറുതും ഒന്ന് വലുതും. ചെറിയ സർക്കുലാർ കോയിലിന്റെ റേഡിയസ് R1, വലുതിൻ്റേത് R2. ഓക്കെ, ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ജനറൽ ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. ഏതെങ്കിലും ഒരു കോയിലിലെ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ നൈബറിംഗ് കോയിലിലെ കറണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ കോയിലിലെ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ വലിയ കോയിലിലെ കറണ്ട്. അങ്ങനെ ചെയ്യാനുള്ള കാര്യം, ഇവിടെ നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ വലിയ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് ചെറിയ കോയിലുള്ളത്. വലിയ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഇമേഴ്സ്ഡ് ആണ്
ആര്? ചെറിയ കോയിൽ. അപ്പോൾ ചെറുതിലാണ് ഫ്ലക്സ് ഉണ്ടാകുന്നത്. ആ ചെറുതിലെ ഫ്ലക്സിന് കാരണക്കാരൻ വലുതിലെ കറണ്ടാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എങ്ങനെ കണ്ടെത്തുന്നു? ചെറുതിലെ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ വലുതിലെ കറണ്ട്. അങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. μ0 n1 n2 πr² ഡിവൈഡഡ് ബൈ 2r. ഇവിടെ ക്യാപിറ്റൽ ആർ എന്നുള്ളത് ഈ ഫിഗറിൽ കാണുന്ന R2 ആണ്. വലിയ കോയിലിൻ്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ ആർ എന്നെടുക്കുന്നു. ചെറിയ കോയിലിൻ്റെ റേഡിയസ് ഞാൻ സ്മോൾ ആർ എന്നെടുക്കുന്നു. ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. n1 ചെറിയ കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്, n2 വലിയ കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്, സ്മോൾ ആർ ചെറിയ കോയിലിൻ്റെ റേഡിയസ്, ക്യാപിറ്റൽ ആർ വലിയ കോയിലിൻ്റെ റേഡിയസ്. ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഫ്ലക്സ് കണ്ടുപിടിക്കുന്നു. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വലിയ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ചെറിയ കോയിലിൻ്റെ ഏരിയ ഇൻറ്റു ചെറിയ കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്. വലിയ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ μ0 ni/2 ഇൻറ്റു റേഡിയസ്. വലിയ കോയിലിലെ കറണ്ട്, വലിയ കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്, വലിയ കോയിലിൻ്റെ റേഡിയസ്. μ0 ni/2 ഇൻറ്റു റേഡിയസ്. അങ്ങനെ ഫ്ലക്സ് കാണുന്നു, കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ കിട്ടുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ഇക്വേഷൻ ഓർക്കാനുള്ള ഒരു സഹായം എന്നുള്ള നിലയിലാണ്. ഇക്വേഷനിൽ ന്യൂമറേറ്ററിൽ ഒരു റേഡിയസ് കാണുന്നുണ്ട് സ്ക്വയറായിട്ട്, ഡിനോമിനേറ്ററിൽ ഒരു റേഡിയസ് കാണുന്നുണ്ട് പവർ 1 ആയിട്ട്. അതിൽ ഡിനോമിനേറ്ററിൽ കാണുന്ന റേഡിയസ് കടന്നു വന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനിലൂടെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വലിയ കോയിലാണ് എന്നോർത്താൽ ഡിനോമിനേറ്ററിൽ കാണുന്ന റേഡിയസ് വലിയ കോയിലിൻ്റെ റേഡിയസ് ആണെന്നും ന്യൂമറേറ്ററിൽ കാണുന്ന πr² കൂടെ വരുന്ന r² കടന്നു വന്നത് ചെറിയ കോയിലിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ്. ചെറിയ കോയിലിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ചെറിയ കോയിലിൻ്റെ റേഡിയസ് അല്ലേ എടുക്കേണ്ടത്? അങ്ങനെ ചിന്തിച്ചാൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പരസ്പരം മാറിപ്പോവാതെ നമുക്ക് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ പെയർ ഓഫ് സർക്കുലർ കോയിൽസ് μ0 n1 n2 πr² ഡിവൈഡഡ് ബൈ 2r. Capital R stands for radius of the big coil and small r stands for the radius of the small coil. n1 n2 രണ്ട് കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്. ഇവ രണ്ടും പരസ്പരം മാറിപ്പോയി എന്ന് കരുതി നമ്മുടെ കാൽക്കുലേഷനെ ബാധിക്കില്ല. ഏത് രണ്ടും? n1ഉം n2ഉം പരസ്പരം മാറിപ്പോയാലൊന്നും കാൽക്കുലേഷനെ ബാധിക്കില്ല, ആൻസറിനെ ബാധിക്കില്ല. റേഡിയസുകൾ പരസ്പരം മാറിപ്പോയാൽ പണി പാടും. ഓക്കെ, ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് സ്ക്രീനിൽ കാണുന്നത്. ആ ചോദ്യത്തിൻ്റെ ഒരു ഭാഗമാണ് സ്ക്രീനിൽ കാണുന്നത്. എ പെയർ ഓഫ് കോയിൽസ് 3 രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആകെ 2 കോയിലേ ഉള്ളൂ, അത് 3 രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഏത് അറേഞ്ച്മെൻറ്റിലാണ്? ഇത് ഒന്നാമത്തെ അറേഞ്ച്മെൻറ്റ്, ഇത് രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റ്, ഇത് മൂന്നാമത്തെ അറേഞ്ച്മെൻറ്റ്. ആകെ 2 കോയിലുള്ള 3 ഡിഫറെൻ്റ് ഓറിയൻറ്റേഷനിൽ വെച്ചിരിക്കുന്നു. ഏത് ഓറിയൻറ്റേഷനിലാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മാക്സിമം വരുന്നത്? ആൻസർ ഒന്നാമത്തെ ഓറിയൻറ്റേഷനിൽ ഉള്ള പോലെ വെച്ചാലാണ്, ഈ ഫിഗറിൽ കാണുന്ന പോലെ വെച്ചാലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം വരുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം വരുമ്പോഴാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസും മാക്സിമം വരുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം ആണ് എന്ന് പറയാനുള്ള കാര്യം, ഒന്നാമത്തെ വലിയ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ആദ്യ ഫിഗറിലുള്ള പോലെയാണെങ്കിൽ രണ്ടാമത്തെ കോയിലിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പോൾ ഫ്ലക്സ് കാണാൻ B × A × N എന്നുള്ള ഇക്വേഷനാണ്. രണ്ടാമത്തെ ഫിഗറിലേക്ക് വന്നാൽ വലിയ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ, അത് രണ്ടാമത്തെ കോയിലിൻ്റെ പ്ലെയിനിന് പാരലലായിട്ട് വരും.
ഇവിടെ ഫ്ലക്സ് ഉണ്ടാകുന്നില്ല, ഫ്ലക്സ് വളരെ കുറവായിരിക്കും. സ്ട്രിക്ട്ലി പാരലൽ ആണെങ്കിൽ ഫ്ലക്സ് 0 ആയിരിക്കും. ഇവിടെയും അങ്ങനെ തന്നെ. ഈ 3 ഡിഫറെൻ്റ് ഓറിയൻറ്റേഷനിൽ ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം വരുന്നത്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മാക്സിമം വരുന്നത് ആദ്യം കൊടുത്ത ഓറിയൻറ്റേഷനിലാണ്. ഓക്കെ, അടുത്തത് ഈ ചാപ്റ്ററിലെ അവസാന പോയിന്റ്, എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഐഡിയൽ ഇൻഡക്ടർ. ഒരു ഐഡിയൽ ഇൻഡക്ടറിലെ എനർജി. ഐഡിയൽ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ, ഇൻഡക്ടർ എന്നുള്ളത് ഒരു കോയിലാണ്. ഇൻഡക്ടർ എന്നുള്ളത് ഒരു കോയിൽ. ഏതൊരു കോയിലായാലും അതിന് റെസിസ്റ്റൻസ് ഉണ്ടാകും. നമ്മൾ ഐഡിയൽ ഇൻഡക്ടർ ആയിട്ട് എടുക്കുമ്പോൾ ആ റെസിസ്റ്റൻസ് വളരെ 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 കുറവായിരിക്കും. ഒരു കോയിൽ, ആ കോയിലിന് നല്ലപോലെ ഇൻഡക്റ്റൻസ് ഉണ്ടാകും, റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അത്തരത്തിലുള്ളൊരു കോയിലിന് പറയുന്ന പേരാണ് ഐഡിയൽ ഇൻഡക്ടർ. ഇൻ ആക്ച്വൽ പ്രാക്ടീസ് നമ്മളൊരു കോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻഡക്റ്റൻസും കാണും, അതോടൊപ്പം റെസിസ്റ്റൻസും കാണും. ഐഡിയൽ ഇൻഡക്ടർ ആണെങ്കിൽ റെസിസ്റ്റൻസ് തീർത്തും കുറവായിരിക്കും. ഓക്കെ, ഒരു ഐഡിയൽ ഇൻഡക്ടറിലൂടെ നമ്മൾ കറണ്ട് കടത്തിവിട്ടാൽ ആ ഇൻഡക്ടർ ആ കോയിലിനുള്ളിൽ, ചുരുളുകൾക്കുള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിൽ എനർജിയും ഉണ്ടാകും. അങ്ങനെ ഐഡിയൽ ഇൻഡക്ടർ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ½LI². എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഐഡിയൽ ഇൻഡക്ടർ ½ × L × I². L സെൽഫ് ഇൻഡക്റ്റൻസ്, I കറണ്ട്. ഇൻഡക്ടർ എവിടെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്? ഇൻഡക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ. എനർജിയുടെ ഫോം മാഗ്നറ്റിക് ഫോമാണ്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½ ആണ്. നമുക്കറിയാം, ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്താൽ കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടും. അത് ആ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇലക്ട്രിക് എനർജിയുടെ രൂപത്തിൽ കപ്പാസിറ്ററിൽ, ഇവിടെ ഇത് മാഗ്നറ്റിക് എനർജിയുടെ രൂപത്തിലാണ് ½ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിമിലർ ആണ് രണ്ട് കേസിലും. ½ LI². ഇത് രണ്ടും നമ്മുടെ പണ്ട് പഠിച്ച കൈനറ്റിക് എനർജിയുടെ ഇക്വേഷന് സിമിലർ ആണ്. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഐഡിയൽ ഇൻഡക്ടർ ½ LI². എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ½ കൈനറ്റിക് എനർജി ½ അങ്ങനെ ഈ ഇക്വേഷൻ നമുക്ക് ഒരിക്കലും മറന്നുപോകാത്ത രൂപത്തിൽ ഓർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഈ ചെറിയ ചാപ്റ്ററിലുള്ളത്. ഫാരഡേയുടെ ലോ, ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താനുള്ള ഇക്വേഷൻ -dϕ/dt, മൈനസ് സൈൻ വരുന്നത് ലെൻസിൻ്റെ റൂളും ഫാരഡേയുടെ റൂളും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ E = -dϕ/dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് ഈക്വൽ ആയിട്ടാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ട്രാൻസ്ലേറ്ററി മോഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന EMFൻ്റെ ഇക്വേഷൻ BLV sin θ, അത് 0 ആകുന്ന കേസ്. ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½BR²ω, അത് 0 വരുന്ന കേസ് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്, അത് ലെഫ്റ്റ് ഹാൻഡ് റൂളുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ മനസ്സിലാക്കേണ്ടത് സെൽഫ് ഇൻഡക്ഷനാണ്. സെൽഫ് ഇൻഡക്ഷനെ പോലെ തന്നെ ഉള്ളതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താനുള്ള ഇക്വേഷൻ L × dA/dt. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താനുള്ള ഇക്വേഷൻ M × dI/dt. പിന്നെ മനസ്സിലാക്കേണ്ടത് സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടെത്താനുള്ള രണ്ട് ഇക്വേഷൻസ്, സോളിനോയിഡിൻ്റെ ഇക്വേഷൻ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടെത്താനുള്ള രണ്ട് ഇക്വേഷൻസ്, എ പെയർ ഓഫ് സോളിനോയിഡ്സിൻ്റെയും എ പെയർ ഓഫ് സർക്കുലർ കോയിൽസിൻ്റെയും. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞ എനർജി ഓഫ് എൻ ഐഡിയൽ ഇൻഡക്ടർ. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്
ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ ഉള്ളത്. ഓക്കെ.